കുറേ ദിവസം മീൻസ് എനിക്കിത് കുറേ ദിവസങ്ങളല്ല മാസങ്ങളായിട്ടുണ്ട് ഉണ്ടല്ലോ മക്കളെ. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. നമ്മളൊരു 3 മാസം നേരെയായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. സോ ഞാൻ വിചാരിച്ച് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലേക്കാണ് കേട്ടോ. അപ്പം നമ്മൾ പൂജവെപ്പിൻ്റെ അവധിയെ കൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, കണ്ടിരിക്കാൻ പറ്റുമോ മക്കളെ? കുറച്ച് മിനിറ്റല്ലേ കാരണം. അപ്പോൾ പൂജവെപ്പിൻ്റെ അവധിയെ കൊണ്ട് നമ്മൾ നല്ല രാത്രി വന്നു കേട്ടോ. രാത്രി മീൻസ് നമ്മൾ വന്നത് 2:30 മണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 10 മണിയൊക്കെ എണീറ്റു അല്ല ബസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അടി പിടിച്ച് നമ്മൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അല്ല ബസ്സിന് ഒട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇഷ്ടമല്ല. ബസ്സിന് കഴിക്കാനേ ഇഷ്ടമല്ല അല്ലേ. അങ്ങനെ ഏട്ടാ ഇതുപോലെ ഉറക്കം എണീറ്റിട്ടില്ല. ബസ്സിന് നല്ല ചുമയാണല്ലേ ബസ്സു. അങ്ങനെ ബസ്സു എന്താ അപ്പം ഞാനും ബസ്സും നമ്മുടെ കാറിൽ കിടന്നുള്ള സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏട്ട ഉറങ്ങാത്തതുകൊണ്ട് ഏട്ടൻ ആ ഉറക്കം അവിടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങുന്നവരെ നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല. പിന്നെ എനിക്ക് പല്ല് വേദനയാണ് ഗൈസ്, പല്ല് വേദന. അപ്പം അണയിൽ പല്ല് മുളയ്ക്കുകയും അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടിലിരിക്കുകയാണ് ഞാൻ. കുറച്ച് ആലപ്പുഴ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ മുഖത്ത് കുറച്ചൊരു ചെറിയൊരു സ്വെല്ലിങ് ഉണ്ട് വീഡിയോ ഭാഗത്ത്. എന്നാലും 2-3 ദിവസം ഞാൻ വെച്ച് നോക്കുമ്പോൾ നല്ല ബെറ്ററായിട്ടുണ്ട്. ദിവസു അമ്മയ്ക്ക് എന്ത് പറ്റി? ദിവസു അമ്മയ്ക്ക് എന്ത് പറ്റി? ബാക്കി എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. വെൽക്കം ടു മൈ വ്ലോഗ്. നമ്മൾ ബുക്ക് പൂജ വയ്ക്കുന്നത് ഇന്ന് വൈകിട്ടാണ് കേട്ടോ. സോ വസുവിനെ കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വസുവിൻ്റെ ബുക്കൊക്കെ കൂടി എടുത്തിട്ട് പോന്നിട്ടുണ്ട്. സോ ഞങ്ങളിവിടെ ഹോംവർക്ക് ചെയ്യുന്ന സീനാണ് ഗൈസ്. ഞങ്ങളിപ്പം എന്താണ് 13 എഴുതുന്നത് അല്ലേ? നമ്മൾ 13 വരെ പഠിച്ചല്ലേ കണ്ണ? ആ അയ്യോ ഇവിടെ ഒരു 2 ആയിപ്പോയി, 12 ആയിപ്പോയി. അതിനാ റബ്ബി ഓഫ് അങ്ങനെയും ചെയ്യാം അല്ലേ? വസു വസു എന്ത് കഴിക്കണേ? ഒരു മണിക്ക് ചായ കുടിക്കാല്ലേ ഇങ്ങനെ? എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? സംസാരിക്കാൻ പറ്റൂലേ? എന്താ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു വലിയ ടാസ്കിൽ കയറി. ഇത് അച്ഛൻ്റെ എയർ ഫ്രഷ്നറിൻ്റെ ബോട്ടിലാണ്. അതിൻ്റെ കാലി ബോട്ടിലൊക്കെ കൊണ്ട് നമ്മൾ കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിനെ നമ്മൾ സോർട്ട് ചെയ്ത് വെക്കാണ്. അതിനൊക്കെ ശേഷം നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ടിരുന്നു. എരിശ്ശേരി, പുളിശ്ശേരി, മീൻകറി, ചിക്കൻ കറി, ഇഞ്ചി ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ല ഫുഡ് കഴിച്ചു. പിന്നെ കൂടെ ബിഗ് ബോസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരു ബിഗ് ബോസ് ഫാനാണ് 2 പേരും. അവിടെ നോക്കൂ ഗൈസ്, ഇവിടെ നോക്കൂ ഗൈസ്, ഇവിടെ നോക്കൂ ഗൈസ്. Especially this is my room, so I have to clean my room. It's my responsibility. 5 കൊല്ലമായി റൂമിൽ കയറി, എന്നിട്ട് ഇപ്പോഴാണ് ആള് വൃത്തിയാക്കണത്. 5 കൊല്ലം മുമ്പ് ഞാൻ തന്നെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. 5 കൊല്ലത്തിനിടയ്ക്ക് എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ല. ഈ ഫോട്ടോ എന്റെ ഡാഡിയുടെ എൽഡർ ബ്രദർ. എന്റെ ഡാഡി ഒരു മിനിറ്റ്. അച്ഛൻ ലുക്സ് ലൈക്ക് അസു അല്ലേ ഏട്ടാ? അല്ലേ? തുണിയില്ലാതെ ഫോട്ടോ ആ ഫോട്ടോയ്ക്കുള്ളിൽ എന്തുണ്ട്? ഈ ഫോട്ടോയുടെ പിന്നിൽ വലിയ ഒരു നിധിയുണ്ട് ഗൈസ്. കഴിഞ്ഞ വർഷം ഇട്ട സ്റ്റാർ, പിന്നെ കുറെ ആക്രിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഇതിന്റെ പിന്നിലാണ് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇതുപോലെ വലിയ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇന്ന് ഊർത്തി കൊടുക്കും. ഞാൻ തന്നെയാണ് കേട്ടോ ഇവിടെ പെട്ടെന്ന് ഒതുക്കാൻ വരുമ്പോ ഇങ്ങനെ പിന്നിലേക്ക് ഇങ്ങനെ വെക്കും.
വൃത്തിയില്ലാതെ ഇട്ടിരിക്കുകയാണോന്ന് ചോദിച്ചാൽ ഇവിടെ 2 വയസ്സായ അച്ഛനും അമ്മയാണ്. അവരെ കൊണ്ട് പറ്റുള്ള ഇത്രയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ. സോ നമ്മളെ പോലെ മക്കൾ വരും വേണം മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ അല്ലേ ഏട്ടാ? ക്ലീൻ ചെയ്ത് തുടങ്ങി. ടു ബി കണ്ടിന്യൂഡ്. ഞാൻ ഇനി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നമ്മുടെ തമിഴ് സിനിമ ജെമിനി ഉണ്ടല്ലോ. ജെമിനി അല്ലേ സിനിമയുടെ പേര്? സോറി, ഗജനി. സൂര്യയുടെ ഗജനി. ഗജനിയിൽ സൂര്യ മറന്നു പോയിരിക്കാൻ വേണ്ടി ഇങ്ങനെ ദേഹത്തൊക്കെ പച്ച കുത്തി വെക്കുമല്ലോ, അതുപോലത്തെ ഒരു കാഴ്ച ഈ വീട്ടിൽ ഞാൻ കാണിച്ചു തരും. പക്ഷേ ദേഹത്തല്ല പച്ച കുത്തിക്കുന്നത്, വേറൊരു ഇതാണ് വാഷിംഗ് മെഷീൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാന്നുള്ളത്. പവർ, ഫേവറേറ്റ്, വാട്ടർ ലെവൽ, ദെൻ സ്റ്റാർട്ട്. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെ അപ്പന്മാർ? ഇനിയുമുണ്ട്. എന്റെ എംപ്ലോയ്മെന്റ് കാർഡൊക്കെ അച്ഛനാണ് റിന്യൂ ചെയ്യണത്. അത് ഞാൻ കാണിച്ചു തരാം. സുഗനിയുടെ എംപ്ലോയ്മെന്റ് കാർഡ് പുതുക്കുന്ന തീയതി 7/3/2027 ഉവച്ചന്റെ മഞ്ഞ ബാഗിൽ അലമാരിയിൽ വെച്ചിട്ടുണ്ട്. ഇനിയുമുണ്ട്. ഒരു കുക്കറിന്റെ ഗ്യാരണ്ടി പേപ്പർ അലമാരിയിലുണ്ട്. കുക്കറിന്റെ ഒരു സാധനം ഗ്യാരണ്ടി എന്തോ സംഗതിയാണ് കേട്ടാ. പിന്നെ റേഷൻ കാർഡ് അലമാരയിലുണ്ട്. പിന്നെ റീഫിൽ ചെയ്യേണ്ട ഇനി 2 ഫോണുണ്ട്. എന്നിട്ട് അതില് 2ലും കോണ്ടാക്ട് സേവ് ചെയ്യാതെ ഇവിടെയാണ് അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത് ഓരോരുത്തരുടെ ആയിട്ട്. കണ്ടില്ലേ? എന്താ ചെയ്യാനാണ് വാട്ടർ ചാർജ് ബില്ലടയ്ക്കുന്ന ഡേറ്റ് എന്തിന്റെയോ കൺസ്യൂമർ നമ്പറൊക്കെ ഇവിടെ എഴുതിച്ചിട്ടുണ്ട് കേട്ടാ. എന്റെ ഡാഡി അച്ഛൻ ഇപ്പൊ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നത്. അച്ഛനുണ്ടെങ്കിൽ നമുക്ക് നാളെ ചീത്ത കിട്ടും. അൽമു ഇതാണ് വസുവിന്റെ ഫ്രണ്ട്സ്. ആരാണ് ഇത്? അൽസു, അത് അൽമു അല്ലേ? അൽമു എന്ത് കഴിക്കണേ? വസുവിന് തരാൻ വന്നതാണോ ഇത്? വസുവിന് തരാ. പിന്നെന്തിനാ വസുവിനെ വിളിക്കാൻ വന്നത്? അത് കഴിക്കാനാ വസുവിനെ? ഇല്ല, എനിക്കില്ലേ? ഓംകാരം ശങ്കിൽ ചേരുമ്പോൾ ഇതിന്റെ വേറെ അലിഗേഷൻസ് ഒന്നും വരാൻ പാടില്ല. എനിക്കിതിൽ ഞാൻ നല്ലൊരു ഭാവി കാണുന്നുണ്ട് സുസു. എനിക്കിതിൽ നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. ഇതിൽ എനിക്കിഷ്ടമാണ് ഇങ്ങനെ വൃത്തിയാക്കാൻ. അങ്ങനെ എൻ്റെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞപ്പോൾ വസുവിൻ്റെ ബുക്ക് പൂജയ്ക്ക് കോവിലിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനെല്ലാം കവർ ചെയ്തു. അങ്ങനെ അമ്മ നല്ലൊരു കാപ്പിയൊക്കെ ഇട്ട് തന്നു. നമ്മൾ പോയി കുളിച്ച് ഫ്രഷായി കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അമ്മ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോവിലിൽ പോകാനായിട്ട് റെഡിയായി. കോവിലിൽ പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അക്രി മറ്റേ സ്ക്രാപ്പ് സാധനങ്ങൾ നമുക്ക് കടയിൽ കൊടുക്കാനുണ്ട്. വലിയണ്ണ എന്താണ് താങ്കൾ തള്ളിക്കൊണ്ട് പോകുന്നത്? ആക്രിയാണ് ഗൈസ്, ആക്രി. മറ്റന്നാ രാവിലെ പോട്ടെ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ തന്നെയാണ് കേട്ടോ കൊണ്ട് പൂജയ്ക്ക് വെച്ചത് പുസ്തകങ്ങൾ. ചെന്നു നമ്മൾ റെസീപ്റ്റൊക്കെ എടുത്തു. അവരൊരു നമ്പർ തന്നു, നമ്മൾ അന്ന് പോയി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യട്ടെ. അങ്ങനെ അവിടെ നിന്നു ജസ്റ്റ് ഒന്ന് തൊഴുതു. അങ്ങനെ അവിടെ തൊഴുതുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത് ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രാവ് കിടക്കുന്നു. അത് അതിൻ്റെ മേളിൽ ഇങ്ങനെ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് പറന്ന് വീണതോ അവിടെ വന്ന് ഇരുന്നതോ എന്തോ ആവണം. എന്തായാലും ഞാൻ വിചാരിച്ച അതിന് ചൂടടിക്കും, കാരണം 4 സൈഡും ക്ലോസ് ആയതുകൊണ്ട്. പക്ഷെ അത് നല്ല എൻജോയ് ചെയ്ത് അതിനകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല പീസ്ഫുള്ളായിട്ട് അതിനകത്ത് ഇരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ സ്ക്രാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നു.
പിന്നെ വീട്ടിൽ പോയി വസുവിനെ കൂട്ടിയിട്ട് നമ്മൾ ബീച്ചിലേക്ക് വന്നു കേട്ടോ. വസു ഇവിടെ ബീച്ചിൽ കിടന്ന് ആവശ്യത്തിലധികം മറിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയത്. അതിനുശേഷം ഈ കാണുന്നതിൽ വന്നു കയറി, അവിടെയും കുറേ നേരം നിന്ന് കളിച്ചു. വണ്ടി വെള്ളത്തിട്ട് പോയി എടുക്കാൻ പറ്റും. ചിലപ്പോൾ ഇന്ന് വിളിയൊന്നും വന്നില്ലെങ്കിൽ ചിലപ്പോൾ നാളെ വേറെ ആരെയും വിളിക്കാനൊക്കെ കൊടുക്കും. രാത്രി ഒന്ന് വിളിച്ചോളാം. വണ്ടി വിളിച്ച് എന്തിരട്ടെ. ഈ കടലിൽ പോയി മണ്ണ് ഞണ്ടിനെ പിടിച്ചോണ്ട് വന്നാട്ടാ. എന്ത് വേണോ? പോയിട്ടാ വേറെ പണിയില്ലേ നിങ്ങക്ക്? എന്നെ കൊന്ന് മണ്ണത്തിൽ എടുക്കണേ. അങ്ങനെ വാസുവിന് ഒരേ നിർബന്ധം ആ ഞണ്ടിനെ കൊണ്ട് കടലിലിടണമെന്ന്. അങ്ങനെ അച്ഛനും മോനും കൂടെ കൊണ്ട് അതിനെ അങ്ങ് കടലിൽ കൊണ്ടിട്ടു കേട്ടോ. അതിനുശേഷം ഈ ഡിസ്ക് വാങ്ങിച്ചുള്ള, അവിടെ വേറെ കുട്ടികളെന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വാസുവിന് ഇത് കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനെ കുറേ നേരം അച്ഛനും മോനും കൂടെ നിന്ന് ഈ ഡിസ്ക് ഇങ്ങനെ എറിഞ്ഞ് കളിച്ചു. ഇങ്ങനെ ബീച്ചിൽ കിടന്നുള്ള യുദ്ധത്തിന് ശേഷം നമ്മൾ വീട്ടിൽ വന്ന് വസുവിനെ ഫുള്ളാ കഴുകിയെടുത്ത് ഫുഡൊക്കെ കൊടുത്ത് വസു നല്ല സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങി. അങ്ങനെ നമ്മളും കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടക്കാനുള്ള തത്രപ്പാടിലായി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സുബാവ വ്ലോഗ്സ്.